കർണാടകയിലെ അങ്കോലയിലെ രക്ഷാദൗത്യത്തിന്റെ അർജുനായുള്ള തിരച്ചിലിന്റെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മണ്ണിടിച്ചിലുണ്ടായ അപകട മേഖലയിലേക്ക് നാവികസേനയുടെ 8 അംഗ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. അതിന്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ്? രക്ഷാദൗത്യം ഈ ഘട്ടത്തിൽ എങ്ങനെ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം 8 അംഗ നേവി നാവികസേനാംഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. 8 പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ വിദഗ്ധ സംഘമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ തിരച്ചിലിന് ഇനി അവർ നേതൃത്വം നൽകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പ്രാദേശികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് NDRFന്റെ അടക്കം സഹായത്തോടെ മാത്രമാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു വന്നിരുന്നത്. അതൊരിക്കലും കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനമല്ല എന്നുള്ള ഒരു ആരോപണം, പരാതിയൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ മണ്ണിനടിയിൽ ഈ അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കേവലം 2 ഹിറ്റാച്ചികളോ JCBകളോ മാത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി പുറത്തെടുക്കാൻ സാധിക്കുന്നതല്ല. ആ ഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുള്ള ഒരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിലവിൽ ആ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നേവിയുടെ ഒരു സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അവിടെ ഈ മണ്ണ് ഇടിഞ്ഞ മേഖലയിൽ, ആ മൺകൂന ഉണ്ടായിരിക്കുന്ന മേഖലയിലൊക്കെ തന്നെ അവർ സന്ദർശനം നടത്തുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു പരിശോധന അവിടെ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഈ മണ്ണ് മാറ്റുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അവർ കടക്കുക. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ മഴ അവിടെ ശക്തിയായി പെയ്യുന്നുണ്ട്. അതൊരു പ്രതികൂല ഘടകമാണ് എന്നുള്ള കാര്യമാണ് നേരത്തെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ വ്യക്തമാക്കിയത്. അതാണ് ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്ന മൺകൂന മാറ്റുന്നതിൽ തടസ്സമെന്നും അവർ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ കൂടുതൽ സംവിധാനങ്ങളെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കണം, കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു എല്ലാവരുടെയും ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നേവി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ 24-ൽ കാണുന്നത്. ആ നേവിയുടെ സംഘം 8 അംഗ സംഘം അവിടേക്ക് എത്തി. അവിടെ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പം ഭീതി ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. ഈ ദേശീയപാതയ്ക്ക് സമീപത്ത് മണ്ണിടിഞ്ഞ് വീണ് ഇത് അവിടെ സാധാരണ രീതിയിൽ ആ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണിത്. ആ രീതിയിൽ വിശ്രമിച്ചവരാണ് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേവി സംഘവും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ തോതിൽ തന്നെ ഒരു മണ്ണ് മല തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്ന സാഹചര്യമുണ്ട്. വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനിടയിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പ്രധാനപ്പെട്ട രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറിൽ ഈ സംവിധാനങ്ങൾ അതിന് പര്യാപ്തമാണോ അഭിജിത്ത്? നിലവിൽ നേവിയുടെ സംഘം അവിടേക്ക് എത്തി എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമാണ്. കാര്യം അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. മണ്ണ് മാറ്റുന്നതിലടക്കം ഒരു കാര്യക്ഷമത ഉണ്ടായിരുന്നില്ല. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടപടികളും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ നേവി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണു നീക്കൽ പ്രവർത്തനങ്ങൾ ഇനി അവിടെ പുരോഗമിക്കുക എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വിദഗ്ധ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി മണ്ണു നീക്കൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ മഴ ഒരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ മഴയെ അതിജീവിച്ചുകൊണ്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവരുടെ കൈവശമുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഇനി മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മണ്ണ് നീക്കുക, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനം, ഈ അർജുന്റെ വാഹനം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കുന്ന കാര്യം. അതിൽ ആ ഒരു കാര്യം തന്നെ നിലവിൽ നേവിയുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കുടുംബവും ആ രീതിയിലുള്ള ഒരു മറുപടിയാണ്, ആ രീതിയിലുള്ള ഒരു വിവരമാണ്, പ്രതികരണമാണ് നിലവിൽ നമ്മളുമായി സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അങ്കോലയിലെ തെരച്ചിലിന്റെ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാവികസേനയുടെ 8 അംഗ സംഘം കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഏത് തരത്തിലാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റേണ്ടത്, തുടർ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ആ സംഘം വിലയിരുത്തുന്നുണ്ട്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത, മേഖലയിൽ തുടരുന്ന ശക്തമായ മഴ, ഇതൊക്കെ വെല്ലുവിളിയായി ഇപ്പോഴും ആ രക്ഷാദൗത്യത്തിൽ നിൽക്കുകയാണ്.